Good morning to all of you. ഇന്നലെ ഞാൻ 10 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് അയച്ചിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. വൈശാഖ് ചെയ്തിട്ടുണ്ട് എന്ന് റെസ്പോണ്ട് ചെയ്തു. തോമസ് ഹാസ് റെസ്പോണ്ടഡ് യെസ് എന്ന്. I expect all Amrasis, ശ്രീചന്ദ് എല്ലാവരും കുറെ പേര് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും ചെയ്യാത്തുണ്ടെങ്കിൽ ചെയ്ത് പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യണം ആസ് ഏർലി ആസ് പോസിബിൾ കേട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ കുറെ പേര് യെസ് എഴുതിയിട്ടുണ്ട്. ചെയ്യാത്തവര് അത് ഉടനെ തന്നെ അതായത് ക്ലാസ്സുകൾ കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് കംപ്ലീറ്റ് യുവർ വർക്ക് ആൻഡ് സബ്മിറ്റ് ഇറ്റ് നൗ ഇറ്റ്സെൽഫ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ക്ലാസ് അത് ചെയ്യാം. അപ്പൊ നമ്മള് ഇന്നലെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആയിരുന്നു. ആൻഡ് വി ഹാഡ് ഗോൺ ത്രൂ 3 laws of chemical combination. Law of conservation of mass ചെയ്തിരുന്നു. Law of definite proportion of constant composition ചെയ്തു. Law of multiple proportion ചെയ്തു. അടുത്ത law Gay-Lussac's law of gaseous volumes. അതാണ് അടുത്ത law of chemical combination ചെയ്യുന്നത്. The next law of chemical combination, Gay-Lussac's law of gaseous volume, proposed by the scientist Gay-Lussac. Gay-Lussac എന്ന് പറയുന്ന സയന്റിസ്റ്റ് തന്നെയാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. The law is called Gay-Lussac's law of gaseous volume. അപ്പൊ ഞാൻ gaseous volume, since we are dealing with വോള്യത്തിനെ പറ്റി അതിൽ പറയുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൽ വോള്യത്തിനെ പറ്റി പറയുന്നതുകൊണ്ട് ഇത് അപ്ലിക്കബിൾ ഓൺലി ഫോർ gaseous system. കാരണം ഗ്യാസസിനാണ് വോള്യം ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ, പ്രഷർ, കണ്ടീഷൻ. ഒരു വേരിയബിൾ ആയിട്ട് വരുന്നത് ഗ്യാസുകൾക്കാണ്. ഗ്യാസിന് ഫിക്സ്ഡ് ഡെഫിനിറ്റ് വോള്യം ഇല്ല. സോളിഡ്സിന് ഡെഫിനിറ്റ് വോള്യം ഉണ്ട്, ലിക്വിഡ്സിന് ഡെഫിനിറ്റ് വോള്യം ഉണ്ട്, ഗ്യാസസിന് ഡെഫിനിറ്റ് വോള്യം ഇല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അതർ കണ്ടീഷൻസ്. നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ വോള്യം വേരിയബിൾ ആയിട്ട് വരുന്നത് ഗ്യാസസിനാണ്. അതുകൊണ്ട് തന്നെ this law is applicable only for gaseous reactions. The Gay-Lussac's law of gaseous volume is applicable only for gaseous reactions. It's applicable only for gaseous reactions. What do you mean by a gaseous reaction? Reactions involving gaseous substances. Reactions involving gaseous substances are called, അല്ലെങ്കിൽ such reactions are called gaseous reactions. Appo for example, if I take a reaction N2 in gaseous state, dinitrogen gas in gaseous state, plus 3 moles of H2 in gaseous state gives 2 moles of ammonia in gaseous state. Definitely it comes under the category of gaseous reaction. ഇത് gaseous reaction ആണ്. കാരണം this is a reaction involving gases. 2 reactants and 1 product ആണ് ഇവിടെ ഉള്ളത്. അതിൽ 2 reactantsഉം ഗ്യാസുകളാണ്, പ്രോഡക്റ്റും gaseous സ്റ്റേറ്റിലാണ്. So definitely this reaction, no doubt, this is a gaseous reaction. Suppose if I write a reaction 2H2 in gaseous state plus O2 in gaseous state giving 2H2O in liquid state. This is also a gaseous reaction. This is also a gaseous reaction. 2H2 in gaseous state plus O2 in gaseous state giving 2H2O in liquid state. This is also a gaseous reaction. അപ്പൊ ഇതിന് ഞാൻ പറഞ്ഞു ഇതും gaseous reaction ആണ്, രണ്ടാമത്തെയും gaseous reaction ആണ്. രണ്ടാമത്തെ റിയാക്ഷൻ എഴുതിയാല് 2 റിയാക്ടൻസ് ഗ്യാസുകളാണ്, പ്രോഡക്റ്റ് ലിക്വിഡ് സ്റ്റേറ്റിൽ എഴുതിയിരിക്കുന്നത്. ഇനി ഞാനൊരു റിയാക്ഷൻ എഴുതുന്നു കാർബൺ ഇൻ സോളിഡ് സ്റ്റേറ്റ് പ്ലസ് O2 in gaseous state giving CO2 in gaseous state. This also comes under the category of gaseous reaction.
ഇവിടെ one of the reactants is in solid state. ഒരു reactant solid stateലാണ് എഴുതിയിരിക്കുന്നത്. Carbon solid plus O2 gaseous giving CO2 gaseous. This also comes under the class of gaseous reactions. അപ്പൊ ഇതിനെയൊക്കെ gaseous reactionന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ശരിയല്ലേ? അപ്പോ ഈ gaseous reaction എന്ന് പറയുമ്പോൾ ശരിയായിട്ടുള്ള ഡെഫിനിഷൻ എന്ത് പറയാ നമുക്ക്? റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ഗ്യാസസ്. അത്രയേ ഉള്ളൂ. റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ഗ്യാസസ് അത്രയേ ഉള്ളൂ gaseous reaction എന്ന് പറഞ്ഞാൽ. Reactions involving gases are called gaseous reactions. അപ്പൊ എല്ലാവരും gases ആയിക്കൊള്ളുന്നില്ല. All the reactants and products need not be gases. If at least one of the reactants or one of the products or more than one ഒരാള് ഗ്യാസ് ആയാൽ പോലും ആ റിയാക്ഷൻ നമുക്ക് gaseous reactionന്റെ കാറ്റഗറിയിൽ പെടുത്താം. So all these are examples for gaseous reaction. അപ്പൊ gaseous reactions എന്ന് പറഞ്ഞാൽ എല്ലാവരും ഗ്യാസസ് ആയിക്കൊള്ളണം നിർബന്ധമില്ല. ചിലവര് ഗ്യാസ് ആയാൽ പോലും അതിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ പേര് ഗ്യാസ് ആയാൽ പോലും എല്ലാവരും ആവണമെന്നില്ല. അതിനെ നമ്മൾ gaseous reaction എന്ന് പറയും. ഇനി എന്താ ഗെലുസാക്സ് ലോ പറയുന്നത്? In gaseous reactions, gaseous reactionകളില് the ratio of volumes of all the gaseous reactants and gaseous products. ഒരു gaseous reactionല് ആരൊക്കെ ഗ്യാസുകളായിട്ടുണ്ടോ അവരുടെയൊക്കെ വോള്യൂംസ് bear a simple whole number ratio. അവരുടെയൊക്കെ വോള്യൂംസ്, വോള്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അവരുടെയൊക്കെ വോള്യം will bear a simple whole number ratio at same temperature and pressure. ഒരേ ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷൻ ആണ് എങ്കിൽ ആ റിയാക്ഷനിൽ ആരൊക്കെ ഗ്യാസസ് ആയിട്ടുണ്ടോ അവരുടെയൊക്കെ വോള്യൂംസ് തമ്മിൽ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും ഉണ്ടാവുക. സോ ഗെലുസാക്സ് ലോ ഓഫ് gaseous volume states that in gaseous reactions, Gay-Lussac's law of gaseous volume states that in gaseous reactions, in the gaseous reactions or not, reactions involving gases, all components need not be gases. They may be gases, but all of them need not be gases. All of them can be gases, all of them need not be. If at least one is a gas, it's a gaseous reaction. States that in gaseous reactions, the volumes of all the gaseous reactants and gaseous products, all the gaseous reactants and gaseous products, volumes of all the gaseous reactants and gaseous products bear a simple whole number ratio. Whole number ratio. ഇതാണ് ഗെലുസാക്സ് ലോ ഓഫ് gaseous volume പറയുന്നത്. ഒരു gaseous reactionൽ gases ആയിട്ടുള്ള എല്ലാവരും തമ്മില് അവരുടെ വോള്യൂംസിന്റെ റേഷ്യോ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. At same temperature and pressure. ഉദാഹരണത്തിന് ഞാനൊരു റിയാക്ഷൻ എഴുതാണ്. H2 in gaseous state plus Cl2 in gaseous state giving 2HCl in gaseous state. It's a gaseous reaction where all the components are gases. H2 in gaseous state plus Cl2 in gaseous state giving 2HCl in gaseous state where all the components are gases. ഇതിൽ നമുക്ക് എങ്ങനെ ഗെലുസാക്സ് ലോ അപ്ലൈ ചെയ്യാം? എങ്ങനെ നമുക്ക് ഇത് ഗെലുസാക്സ് ലോ പറയാം? ഇവിടെ എന്താ നമ്മൾ പറയേണ്ടത്? വോള്യൂം ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് റിയാക്ടിംഗ്, volume of chlorine gas reacting and volume of HCl gas produced will bear a simple whole number ratio. The volumes ഒരു simple whole number ratio bear ചെയ്യും. നമ്മൾ ഇന്നലെ പഠിച്ചു ഒരു കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും എന്ന് പഠിച്ചു.
ഈ കെമിക്കൽ ഇക്വേഷന്റെ അർത്ഥം എന്താന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു. എന്താ? 1 mole of dihydrogen gas requires അഥവാ combines with 1 mole of Cl2 gas to give 2 moles of HCl gas. ഈ ഇക്വേഷന്റെ അർത്ഥം, how do you interpret this? 1 mole H2 gas combines with or reacts with 1 mole chlorine gas producing 2 mole HCl. ഇതാണ് ഈ ഇക്വേഷന്റെ അർത്ഥം. അപ്പൊ ഇവരുടെ മോൾ റേഷ്യോ ചോദിച്ചാൽ നമുക്ക് പറയാം. എന്താ ഇവരുടെ മോൾ റേഷ്യോ? What is the mole ratio of hydrogen to chlorine to HCl? മോൾ റേഷ്യോ എന്താണ് ഇവരുടെ ഇക്വേഷനിൽ? ഇവരുടെ മോൾ റേഷ്യോ എന്താണ്? ഹൈഡ്രജൻ 1 mole combines with chlorine 1 mole giving 2 mole HCl. വെരി ഗുഡ്. അവിടെ കുറെ പേര് എഴുതി കാണിക്കുന്നുണ്ട് 1:1:2. അപ്പൊ ഇക്വേഷനിൽ നിന്ന് എനിക്ക് മോൾ റേഷ്യോ എഴുതാൻ പറ്റി. The mole ratio in which the gases react and product form, gaseous reactants and products in the mole ratio is 1:1:2 ആണ്. So Gay-Lussac's law of gaseous volume is with respect to volume and not mole. അപ്പൊ with respect to volume എന്താണ് ഇവരുടെ വോളിയം റേഷ്യോ എന്ന് എഴുതണം. അതാണ് Gay-Lussac's law പറയേണ്ടത്. അപ്പൊ how is this mole ratio related to volume ratio if all are at same temperature pressure? എല്ലാ ഗ്യാസുകളും ഇതിലത്തെ റിയാക്ടൻസും പ്രോഡക്റ്റ് ഡെഫിനറ്റ്ലി സെയിം ടെമ്പറേച്ചർ പ്രഷറിലാണ്. ആ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ റിയാക്ടൻസും പ്രോഡക്ട്സ് ഒക്കെ സെയിം ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനിലാണെന്നുള്ളൊരു ഡൗട്ട് ഇല്ല. അപ്പോ ഗ്യാസുകളൊക്കെ സെയിം ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനിലാണെങ്കിൽ what is the relation between the volume of the gas and the number of the moles of the gas in it? So that is given by, അപ്പൊ ഈ Gay-Lussac's law of gaseous volume explain ചെയ്യാൻ നമുക്ക് മോൾ റേഷ്യോ എഴുതാൻ പറ്റിയ ഇക്വേഷനിൽ നിന്ന് വോളിയം റേഷ്യോ എഴുതണമെങ്കിൽ what is the relation between number of moles of the gas and volume occupied by the gas at same temperature and pressure, and that is given by, അപ്പൊ നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ വേറൊരു ലോനെ ഉപയോഗിക്കുകയാണ്. That law you would have studied in your lower classes. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ലോ ആയിരിക്കണം. ആ ലോ ഉപയോഗിക്കുകയാണ് ഫോർ എക്സ്പ്ലെയിനിങ് Gay-Lussac's law. Gay-Lussac's law ആണ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സോർട്ട് ചെയ്യുന്നത്, നമ്മളെ ഹെൽപ്പ് എടുക്കുന്നത് അവോഗാഡ്രോസ് ലോയിൽ നിന്ന്. കാരണം we can write only mole ratio from equation now. അതിന് വോളിയം റേഷ്യോ എഴുതണമെങ്കിൽ നമുക്ക് അവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് മനസ്സിലാവണം. ആ റിലേഷൻ അറിയാൻ വേണ്ടി we are going for another law, what is called Avogadro's law. Avogadro's lawയുടെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ Gay-Lussac's law എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. Avogadro's law again applicable for gaseous substances in applicable ആണ് Avogadro's law. എന്താ Avogadro's law പറയുന്നത്? At same temperature and pressure, same temperature pressure ആണെങ്കിൽ equal volumes of all gases contain equal number of molecules. Equal number of molecules ആണെങ്കിൽ definite ആയിട്ട് equal number of moles ആയിരിക്കും. കാരണം what is the relation between number of moles and number of molecules? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ഫോർമുല എഴുതിയിട്ടിരുന്നു. What is the relation between number of moles and number of molecules? Number of moles small n equal, എഴുതിയിട്ട് ഓർമ്മയുണ്ടോ? Number of moles small n equal number of molecules capital N divided by Avogadro number എന്നൊരു ഫോർമുല പഠിച്ചത് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? How is number of moles of a gas related to number of molecules? Number of moles is equal to number of molecules capital N divided by Avogadro number എന്ന് പഠിച്ചിട്ടുണ്ട്. Avogadro number is a constant. Avogadro number മാറിക്കൊണ്ടിരിക്കില്ല. It's always 6.02 into 10 to the power 23. അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്പർ ഓഫ് മോൾസ് കൂടും. നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറവാണെങ്കിൽ, അഥവാ ഇതൊരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈക്വൽ വോള്യത്തിൽ ഈക്വൽ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ഈക്വൽ വോള്യത്തിൽ ഈക്വൽ മോൾസ് ഉണ്ടാവും. ശരിയല്ലേ? ഈക്വൽ വോള്യത്തിൽ ഈക്വൽ, കാരണം
നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ അവഗാഡ്രോ. ഇത് കോൺസ്റ്റന്റ് ആണ്, ഇത് മാറില്ല. അപ്പൊ ഈക്വൽ വോള്യത്തിൽ ഈക്വൽ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈക്വൽ വോള്യത്തിൽ ഈക്വൽ മോൾസ് ഉണ്ടാകും. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ നമ്മൾ ഇവിടെ അവഗാഡ്രോസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടി പറയാം. അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, എല്ലാ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ ഗ്യാസുകളും ഒരേ ടെമ്പറേച്ചർ പ്രഷറിലാണെങ്കിൽ, അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, equal volumes of all gases contain equal number of molecules. Avogadro's law states that, Avogadro's law എന്ന് പറഞ്ഞൊരു ഗ്യാസ് ലോ ആണ്, a law applicable for gases. So Avogadro's law states that at same temperature and pressure, equal volumes of all gases contain equal number of molecules. Equal number of molecules ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് equal number of moles ആയിരിക്കും. ഉദാഹരണത്തിന് എല്ലാവരിലും അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെങ്കിൽ നമുക്ക് പറയാം എല്ലാവരിലും 1 mole ആണെന്ന്. അല്ലെങ്കിൽ എല്ലാവരിലും 2 times അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെങ്കിൽ നമുക്ക് പറയാം എല്ലാവരിലും 2 moles ഉണ്ടെന്ന്. ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയാം. അവഗാഡ്രോസ് ലോ പറയുന്നു എല്ലാ ഗ്യാസുകളെയും ഒരേ ടെമ്പറേച്ചർ. സപ്പോസ് ഐ ഹാവ് ഹൈഡ്രജൻ ഗ്യാസ് വിത്ത് മീ, oxygen gas with me in another container, or I have carbon dioxide gas with me in another container, or I have water vapor H2O gas in another container. ഈ ഗ്യാസുകളൊക്കെ പല കണ്ടെയ്നേഴ്സിലായിട്ട് വെച്ചാൽ, suppose if I take them at same temperature and pressure, same temperature pressureലാണ് എടുക്കുന്നതെങ്കിൽ, suppose I place this hydrogen gas in a 1 liter container, oxygen gas also 1 liter container, carbon dioxide gas also I kept it in a 1 liter container, water H2O gas also I kept it in a 1 liter container. ഈ ഗ്യാസുകളൊക്കെ ഞാൻ ഈക്വൽ വോള്യൂം 1 liter കണ്ടെയ്നറിൽ വെച്ചാൽ, if they maintain or if they have to maintain same temperature pressure, then they must be containing equal number of molecules. അഥവാ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ കൂടുതൽ മനസ്സിലാവാനായിട്ട് ഞാൻ ഉദാഹരണത്തിന് സെയിം റൂം ടെമ്പറേച്ചറിൽ 1 liter ഹൈഡ്രജൻ ഗ്യാസ്, 1 liter ഓക്സിജൻ ഗ്യാസ്, 1 liter കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്, ഇതൊക്കെ റൂം ടെമ്പറേച്ചറിൽ വെക്കുകയാണെങ്കിൽ അവരിലൊക്കെ ഒരേ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെങ്കിലേ അവർ ഒരേ പ്രഷർ കാണിക്കുള്ളൂ. കാരണം പ്രഷർ ഓഫ് ദ ഗ്യാസ് എന്ത് കാരണമുള്ളതാണ്? മോളിക്യൂൾസ് തമ്മിലുള്ള കൊളീഷൻസ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ ആൻഡ് കൊളീഷൻസ് അഗെയിൻസ്റ്റ് വാൾസ് ഓഫ് ദ കണ്ടെയ്നറിൽ നിന്ന് വരുന്നതാണ് പ്രഷർ. അപ്പൊ ഇവിടെ ഒരേ വോള്യത്തിൽ ഒരേ ടെമ്പറേച്ചറിൽ ഗ്യാസുകൾ ഇരിക്കുകയാണെങ്കിൽ അവർ സെയിം പ്രഷർ എക്സേർട്ട് ചെയ്യണമെങ്കിൽ അതിൽ ഒരേ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കണം. അതേസമയം ഇവിടെ 1 literൽ കുറെ മോളിക്യൂൾസ്, ഗ്യാസസ് ആയതുകൊണ്ട് എനിക്ക് കുറെ ഇടാം, കുറച്ചിടാം. അവർ കംപ്രസിബിൾ ആണ്, അവർ എക്സ്പാൻഡിബിൾ ആണ്. Unlike solids and gases which have definite volume. Solidum, liquidum, solids and liquids which have definite volume. Solid and liquid they have definite volume. അതുകൊണ്ട് തന്നെ ഞാൻ എത്ര വലിയ കണ്ടെയ്നറിൽ വെച്ചാലും അത് ഓക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് കൂടൂല കുറയൂല. വലിയ ഇത് ഈ ഡസ്റ്ററിന് എടുത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചാലും അത് ഓക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് മാറാൻ പോകുന്നില്ല. ഗ്യാസ് അങ്ങനെയല്ല, കുറച്ച് മോളിക്യൂൾസ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടാൽ അത് ഇവിടെ തന്നെ അങ്ങനെ നിൽക്കില്ല. ഇറ്റ് വിൽ ഓക്യുപ്പൈ ദ എൻറ്റയർ റൂം. അപ്പൊ അതിനെയാണ് നമ്മൾ ഗ്യാസിന്റെ വോള്യൂം എന്ന് പറയുന്നത്, which is not definite. It keeps changing with the container's volume. അപ്പൊ അതുകൊണ്ട് തന്നെ 1 liter വോള്യത്തിൽ 1 liter വെസലിൽ ഞാൻ കുറച്ച് ഹൈഡ്രജൻ ഗ്യാസ് മോളിക്യൂൾസ് ഇട്ടു. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതൊരു പർട്ടിക്കുലർ പ്രഷർ അപ്ലൈ ചെയ്യും. അതേ ടെമ്പറേച്ചറിൽ അതേ പ്രഷർ 1 liter എക്സേർട്ട് ചെയ്യണമെങ്കിൽ അടുത്ത O2 ഗ്യാസിലും അതേ നമ്പർ ഓഫ് മോളിക്യൂൾസേ പാടുള്ളൂ. അതേ O2 1 liter വെസലിൽ എടുത്തു, അതേ ടെമ്പറേച്ചറിൽ എടുത്തു, കുറച്ചും കൂടെ കൂടുതൽ മോളിക്യൂൾസ് ഇട്ടാൽ ഡെഫിനറ്റ് ആയിട്ട് പഴയതിനേക്കാൾ മോളിക്യൂൾസ് ഇപ്പൊ കുറച്ചും കൂടെ അടുത്തിരിക്കും, അവർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കൂടും.
കുറച്ചും കൂടെ കൂടുതൽ മോളിക്യൂൾസ് ഇട്ടാൽ കൂടുതൽ. അപ്പൊ സെയിം ടെമ്പറേച്ചർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ സെയിം വോള്യം ആണെങ്കിൽ അവരിൽ സെയിം മോളിക്യൂൾസ് ആയിരിക്കണം. അതല്ല സെയിം വോള്യം എടുത്തിട്ട് സെയിം ടെമ്പറേച്ചറിൽ മോളിക്യൂൾസിന്റെ എണ്ണം കുറഞ്ഞാൽ നാച്ചുറലി അവർ കുറച്ച് അകന്ന് കിടക്കും, പ്രഷർ കുറയും. അതേസമയം അതേ വോള്യത്തിൽ അതേ ടെമ്പറേച്ചറിൽ കുറെ മോളിക്യൂൾസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി അടുത്ത് കിടക്കും, അവരെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കൂടും. ആ കോൺസെപ്റ്റ് മനസ്സിലായോ? അപ്പൊ സെയിം ടെമ്പറേച്ചർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ സെയിം വോള്യത്തിലാണ് ഡിഫറെന്റ് ഗ്യാസസ് ഇരിക്കുന്നതെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ട് they will have same number of molecules in them. അപ്പൊ വളരെ ക്ലിയർ ആയി, at same temperature pressure equal volumes of all gases contain equal number of molecules. അതാണ് അവോഗാഡ്രോസ് ലോ പറയുന്നത്. Now you got a relation between number of molecules and volume. Same temperature pressure ൽ equal വോള്യത്തിൽ equal number of molecules ആയിരിക്കും എന്ന് പറഞ്ഞാൽ number of molecules directly proportional to volume occupied by the gas at same temperature and pressure. In other words, number of molecules directly proportional ആണെങ്കിൽ direct ആയിട്ട് number of moles ഉം കാരണം number of molecules ആയിട്ടുള്ള relation direct relation ആണ്. Small n equal capital N by Avogadro number. Avogadro number constant ആയതുകൊണ്ട് dependence is between small n and capital N. അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയി, ടെമ്പറേച്ചർ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുകയാണെങ്കിൽ number of molecules or number of moles of the gas directly proportional to volume of the gas. Suppose I take x liter hydrogen gas, x liter oxygen gas, x liter carbon dioxide gas, x liter ozone gas എടുക്കുകയാണ്. All at same temperature and pressure. All at same temperature pressure. For example, ഒരു example ആയിട്ട് ഞാൻ എടുക്കുന്നു. Temperature 298 Kelvin അഥവാ 25 degrees Celsius. Pressure 1 atmospheric pressure. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ പ്രഷർ അത് ഞാൻ മാറ്റും. എല്ലാവരുടെയും 4 പേരും ഒരേ ടെമ്പറേച്ചർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ എക്സ് ലിറ്റർ ഹൈഡ്രജൻ ഗ്യാസ്, എക്സ് ലിറ്റർ ഓക്സിജൻ ഗ്യാസ്, എക്സ് ലിറ്റർ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്, എക്സ് ലിറ്റർ ഓസോൺ ഗ്യാസ്. ഗ്യാസസ് ആയതുകൊണ്ട് ഈ എക്സ് ലിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? ഗ്യാസസിന്റെ വോള്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസിന്റെ വോള്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് വോള്യം ഓഫ് എ ഗ്യാസ്? വോള്യം ഓക്യുപൈഡ് ബൈ ദ ഗ്യാസ് എന്താ? നോ റെസ്പോൺസ്. വോള്യം ഓഫ് എ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോള്യം ഓഫ് ദി കണ്ടെയ്നർ ഇൻ. വെരി ഗുഡ്. അമീൻ എഴുതിയിട്ടുണ്ട് വോള്യം ഓഫ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ഇറ്റ് ഈസ് പ്ലേസ്ഡ്. ഏത് കണ്ടെയ്നറിൽ വെച്ചിരിക്കുന്നു? കാരണം ഗ്യാസിന് ഡെഫിനിറ്റ് വോള്യം ഇല്ല എന്ന് പറഞ്ഞു. അൺലൈക്ക് സോളിഡിന് ലിക്വിഡിന് അങ്ങനെയല്ല. അവർ ആക്ച്വലി ഓക്യുപ്പൈ ചെയ്യുന്ന വോള്യം പറയാൻ പറ്റും നമുക്ക്. ഗ്യാസിന് അതിന് കറങ്ങി നടക്കാൻ കിട്ടുന്ന സ്ഥലം, അതാണ് അതിന്റെ വോള്യം. അത്രയും മോളിക്യൂൾസിന് കറങ്ങി നടക്കാൻ കിട്ടുന്ന സ്ഥലം, അതാണ് അതിന്റെ വോള്യം. എന്ന് പറഞ്ഞാൽ ഏത് കണ്ടെയ്നറിൽ വെച്ചിരിക്കുന്നു ആ കണ്ടെയ്നറിന്റെ വോള്യാണ് ഗ്യാസിന്റെ വോള്യം. അതേ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഗ്യാസിന് എടുത്ത് ഞാൻ വേറൊരു വലിയ കണ്ടെയ്നറിൽ വെച്ചാൽ ഇപ്പൊ അതിന്റെ വോള്യം കൂടും. മനസ്സിലാവുന്നുണ്ടോ? n മോളിക്യൂൾസ് ഓഫ് ഗ്യാസ്, ഒരു 10 മോൾസ് ഗ്യാസ് എടുത്താൽ 1 ലിറ്റർ കണ്ടെയ്നറിൽ വെച്ചാൽ ഞാൻ പറയും വോള്യം ഓക്യുപ്പൈഡ് ഈസ് 1 ലിറ്റർ എന്ന്. അതേ 10 മോൾസിന് എടുത്ത് ഞാനൊരു 10 ലിറ്ററിൽ വെച്ചാൽ ഇപ്പൊ ഞാൻ പറയും വോള്യം ഓക്യുപ്പൈഡ് ഈസ് 10 ലിറ്റർ എന്ന്. സോ വോള്യം ഓഫ് ദ ഗ്യാസ് ഉദ്ദേശിക്കുന്ന വോള്യം ഓഫ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ഇറ്റ് ഈസ് പ്ലേസ്ഡ്. അപ്പൊ ഞാൻ ഈ 4 ഗ്യാസുകളെയും പ്ലേസ് ചെയ്തിരിക്കുന്ന കണ്ടെയ്നറിന്റെ വോള്യം എക്സ് ലിറ്റർ എന്നർത്ഥം. ഒരേ വോള്യം ഉള്ള 4 കണ്ടെയ്നേഴ്സിൽ ഒന്നില് ഹൈഡ്രജൻ, ഒന്നില് ഓക്സിജൻ, ഒന്നില് കാർബൺ ഡയോക്സൈഡ്, ഒന്നില് ഓസോൺ ഗ്യാസ് വെച്ചിരിക്കുന്നു. And they are to be maintained at same temperature pressure. ഒരേ ടെമ്പറേച്ചർ പ്രഷർ ആണെങ്കിൽ അതില് എത്ര മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടാവുക? അവോഗാഡ്രോസ് ലോ അനുസരിച്ച് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടാവുക. സപ്പോസ് ഞാൻ പറയാണ് ഫസ്റ്റ് കണ്ടെയ്നറിൽ, അതായത് ഹൈഡ്രജൻ ഗ്യാസ് പ്ലേസ്ഡ് ഇൻ എക്സ് ലിറ്റർ കണ്ടെയ്നറിൽ at this temperature pressure
if the number of molecules n1 molecules ഉണ്ടെങ്കിൽ n1 molecules ഉണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടെയ്നറിൽ n1 molecules ഉണ്ട് എന്ന് പറയാണ്. അതേ ടെമ്പറേച്ചർ പ്രഷറിൽ അതേ വോള്യം എക്സ് ലിറ്ററിൽ ഞാൻ പറയാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ ഗ്യാസ് ഈസ് n2 molecules എന്ന് പറയാണ്. അതേ ടെമ്പറേച്ചർ പ്രഷറിൽ അതേ വോള്യം എക്സ് ലിറ്റർ n3 molecules കാർബൺ ഡയോക്സൈഡ് ഉണ്ട് എന്ന് പറയാണ്. അതേ ടെമ്പറേച്ചർ പ്രഷർ അതേ വോള്യം എക്സ് ലിറ്ററിൽ ഞാൻ പറയാണ് n4 molecules ഉണ്ട് എന്ന് പറയാണ്. Can you establish a relation between n1, n2, n3 and n4 according to Avogadro's law? What is the relation? How are they related? Very good. All are equal എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് അർജുൻ. Very good. All are equal. അപ്പോൾ n1 equal, n2 equal, n3 equal, n4 equal. Same number, same temperature pressure. അതേസമയം ഓരോന്നും വേറെ വേറെ ടെമ്പറേച്ചർ പ്രഷറിലാണെങ്കിൽ അതിനനുസരിച്ച് വേരിയബിൾ ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ പ്രഷർ ഓൾസോ മാറും. പക്ഷെ ഈ 4 ഗ്യാസുകളും ഒരേ ടെമ്പറേച്ചർ പ്രഷറിൽ ഒരേ വോള്യത്തിലാണ് വെക്കുന്നത് എങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അവരിൽ ഈക്വൽ മോളിക്യൂൾസ് ആയിരിക്കും. സോ ക്യാൻ യു ടെൽ മീ വാട്ട് ഈസ് their number ratio? What is their number ratio? ഈ 4 കണ്ടെയ്നറിൽ ഇരിക്കുന്ന ഗ്യാസുകൾ വെരി ഗുഡ് എഴുതി കാണിച്ചിട്ടുണ്ട് 1:1, 1:1, 1:1. അപ്പൊ ഇതിനെനിക്ക് പറയാം ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് മോളിക്യൂൾസ് n റേഷ്യോ ആണിത്, നമ്പർ ഓഫ് മോളിക്യൂൾ റേഷ്യോ ആണ്. ഇത് തന്നെയല്ലേ നമ്പർ ഓഫ് മോൾസ് റേഷ്യോ? ഡു യു അഗ്രി? ബിക്കോസ് നമ്പർ ഓഫ് മോൾസ് ഈസ് ക്യാപിറ്റൽ N ബൈ അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ മാറുന്നില്ല, അത് സെയിം ആണ് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ നമ്പർ റേഷ്യോ തന്നെ ആയിരിക്കും നമ്പർ ഓഫ് മോൾസ് റേഷ്യോ. അപ്പൊ വാട്ട് ഈസ് ദ മോൾ റേഷ്യോ ഇൻ ദീസ് 4 ഫ്ലാസ്ക് എന്ന് ചോദിക്കുകയാണ്. ഈ 4 ഫ്ലാസ്കുകൾ സെയിം ടെമ്പറേച്ചർ പ്രഷറിൽ ഈക്വൽ വോള്യം ഉള്ള 4 ഫ്ലാസ്കുകളിൽ ഗ്യാസസ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ മോൾ റേഷ്യോ എന്ന് ചോദിച്ചാൽ നമ്പർ റേഷ്യോ തന്നെ. എന്താ മോൾ റേഷ്യോ? 1:1:1:1. Agree? What was their volume? നമ്മൾ ആദ്യം തന്നെ വോള്യം എഴുതിയിട്ടിരുന്നു. എന്തായിരുന്നു അവരുടെ വോള്യം റേഷ്യോ? എന്തായിരുന്നു അവരുടെ വോള്യം റേഷ്യോ? ശ്രദ്ധിച്ചോ? എന്തായിരുന്നു അവരുടെ വോള്യം റേഷ്യോ? x:x:x:x. എല്ലാം x ആണ് എങ്കിൽ എന്താ അവരുടെ വോള്യം റേഷ്യോ? സെയിം. എന്താ 1:1:1:1. എന്താ നമ്മൾ കണ്ടത്? സെയിം ടെമ്പറേച്ചർ പ്രഷറിലാണെങ്കിൽ ഗ്യാസുകളുടെ വോള്യം റേഷ്യോ വിൽ ബി സെയിം ആസ് മോൾ റേഷ്യോ. ദാറ്റ്സ് വാട്ട് വി കുഡ് എസ്റ്റാബ്ലിഷ് ഹിയർ. നമ്മളിവിടെ എന്താ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? സെയിം ടെമ്പറേച്ചർ പ്രഷറിലാണ് ഈ ഗ്യാസുകളെ എങ്കിൽ അവരുടെ വോള്യം റേഷ്യോ ചോദിച്ചാൽ എന്ത് എഴുതിയാൽ മതി? അവരുടെ മോൾ റേഷ്യോ ആയിരിക്കും. കാരണം വോള്യം റേഷ്യോ 1:1:1 എക്സ് ലിറ്റർ ആണ് എല്ലാവരും എങ്കിൽ അവരുടെ സെയിം മോളിക്യൂൾസ് ആയിരിക്കും. വോള്യം റേഷ്യോ 1:1:1:1 ആണെങ്കിൽ മോൾ റേഷ്യോവും എന്ത് തന്നെയായിരിക്കും? 1:1:1:1. അപ്പൊ നമ്മളിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഏത് ടൈപ്പ് പ്രോബ്ലം കിട്ടിയാലും നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യേണ്ടത് ഗേഷ്യസ് സബ്സ്റ്റൻസുകൾ ആണ് എങ്കിൽ അവർ സെയിം ടെമ്പറേച്ചർ പ്രഷറിലാണ് എങ്കിൽ അവരുടെ മോൾ റേഷ്യോനെ ഡയറക്റ്റ് ആയിട്ട് എന്തായിട്ട് എഴുതാം? അവരുടെ വോള്യം. അത് മനസ്സിൽ വേണം എപ്പോഴും. ഫോർ ഗ്യാസസ് at same temperature pressure their mole ratio will be same as volume ratio. എങ്ങനെയാണ് എഴുതാൻ പറ്റിയേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? Is it clear? Yes. അപ്പൊ നമ്മള് suppose I take ഞാന് ഇവിടെ x ലിറ്റർ ഈച്ച് ആണ് എടുത്തത്. I take different gases. Hydrogen gas എടുത്തു, ammonia gas, O2 gas, CO2 gas. I've taken these gases at same temperature, all at same temperature pressure. All at same temperature pressure. I took x liter of hydrogen gas. എന്ന് പറഞ്ഞാൽ ഇവിടെ എടുത്ത പാത്രത്തിന്റെ വലിപ്പം x ലിറ്റർ.
അതേസമയം അതേ ടെമ്പറേച്ചർ പ്രഷറിൽ അമോണിയനെ ഞാൻ 2x ലിറ്ററിൽ പ്ലേസ് ചെയ്യുന്നു. ഇത് 1 ലിറ്റർ ആണെങ്കിൽ 2 ലിറ്റർ, അല്ല ഇത് 10 ലിറ്റർ ആണെങ്കിൽ 20 ലിറ്റർ, ഇത് x ലിറ്റർ ആണെങ്കിൽ 2x ലിറ്റർ കണ്ടെയ്നറിൽ പ്ലേസ് ചെയ്തു. ഓക്സിജൻ ഗ്യാസിന് ഞാൻ 3x ലിറ്റർ കണ്ടെയ്നറിൽ പ്ലേസ് ചെയ്തു. കാർബൺ ഡൈ ഓക്സൈഡ് ഞാൻ 4x ലിറ്റർ കണ്ടെയ്നറിൽ പ്ലേസ് ചെയ്തു. അപ്പൊ ഇത് x ലിറ്റർ ആണെങ്കിൽ ഇതിന്റെ ഡബിൾ വോള്യത്തിൽ ഞാൻ ഇതിനെ വെച്ചു, ഇതിന്റെ ട്രിപ്പിൾ വോള്യത്തിൽ ഞാൻ ഇതിനെ വെച്ചു, ഇതിന്റെ 4 ടൈംസ് വോള്യത്തിൽ ഞാൻ ഇതിനെ വെച്ചു. പറയാൻ മനസ്സിലാവുണ്ടോ? ഒരേ ടെമ്പറേച്ചർ പ്രഷറില് ഇതിനെ ഞാൻ x ലിറ്ററിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ 2x ലിറ്റർ, ഇത് 3x ലിറ്റർ, ഇത് 4x ലിറ്റർ. അപ്പൊ അത് സെയിം ടെമ്പറേച്ചർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, അഥവാ ഇതിന്റെ ആദ്യം നമുക്ക് ഇതിന്റെ വോള്യം റേഷ്യോ പറയാം. ഇതിന്റെ വോള്യം റേഷ്യോ എന്താ? അപ്പോ ഈ 4 ഗ്യാസുകളുടെ വോള്യം റേഷ്യോ എന്താ? വോള്യം റേഷ്യോ ഈസ് x ഈസ് ടു 2x ഈസ് ടു 3x ഈസ് ടു 4x. അപ്പൊ അതിനെ സിംപ്ലിഫൈ ചെയ്താൽ 1 ഈസ് ടു 2 ഈസ് ടു 3 ഈസ് ടു 4. ഇതല്ലേ അതിന്റെ വോള്യം റേഷ്യോ? യെസ്. ഇനി നമുക്ക് മോൾ റേഷ്യോ നോക്കാം. Suppose x liter has n molecules in it. Suppose at this temperature pressure, x liter of hydrogen gas has n molecules in it. എങ്കിൽ അമോണിയം x liter ആയിരുന്നു സെയിം ടെമ്പറേച്ചർ പ്രഷറിലെങ്കിൽ n molecules ആയിരുന്നേനെ. പക്ഷെ അമോണിയ 2x liter ആയതുകൊണ്ട് എത്ര മോളിക്യൂൾസ് ഉണ്ടാവും അതില്? വെരി ഗുഡ്, 2n മോളിക്യൂൾസ് ഉണ്ടാവും. വെരി ഗുഡ്. അതേ ടെമ്പറേച്ചർ പ്രഷറിൽ O2 x ലിറ്റർ ആയിരുന്നെങ്കിൽ n മോളിക്യൂൾസ് ആയിരുന്നേനെ. പക്ഷെ ഇപ്പൊ O2 3x ലിറ്റർ ആണ്. അപ്പൊ എത്ര മോളിക്യൂൾസ് ഉണ്ടാകും? 3n മോളിക്യൂൾസ് ഉണ്ടാകും. ആൻഡ് ഫൈനലി കാർബൺ ഡൈ ഓക്സൈഡ് അതേ ടെമ്പറേച്ചർ പ്രഷറിൽ x ലിറ്റർ ആയിരുന്നു എങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ n molecules, equal volume, equal number of molecules. പക്ഷെ ഇവിടെ x ലിറ്റർ അല്ല 4x ലിറ്റർ ആയതുകൊണ്ട് 4 ടൈംസ് n molecules ഉണ്ടാകും. റൈറ്റ്? എങ്കിൽ ഇവരുടെ മോൾ റേഷ്യോ എന്തായിരിക്കും? മോൾ റേഷ്യോ ഈസ് സെയിം ആസ് മോളിക്യൂൾ റേഷ്യോ. മോൾ റേഷ്യോ എന്തായിരിക്കും? n ഈസ് ടു 2n ഈസ് ടു 3n ഈസ് ടു 4n, അഥവാ 1 ഈസ് ടു 2 ഈസ് ടു 3 ഈസ് ടു 4. സെയിം അല്ലേ? വോള്യം റേഷ്യോ ഈസ് സെയിം ആസ് മോൾ റേഷ്യോ. അപ്പൊ അവഗാഡ്രോ ലോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലായത്, ഒരു ഇക്വേഷൻ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിന്റെ വോള്യം റേഷ്യോ എന്ത്? വോള്യം റേഷ്യോ അപ്ലിക്കബിൾ ഓൺലി ഫോർ ഗ്യാസസ്. അപ്പൊ ആ ഇക്വേഷനിലെ ഗ്യാസുകൾ ആരൊക്കെയാണോ അവരുടെ കോഎഫിഷ്യൻസ്, ആ കോഎഫിഷ്യൻസിന്റെ റേഷ്യോ ആണ് മോൾ റേഷ്യോ. അത് തന്നെ എടുത്ത് എഴുതിയാൽ മതി, അതായിരിക്കും വോള്യം റേഷ്യോ. ഫോർ ഗ്യാസസ് at same temperature and pressure, their mole ratio is same as their volume ratio. മറക്കരുത്, ഇത് മറക്കരുത്. ഇവിടെ അങ്ങോട്ട് ഏത് ടൈപ്പ് പ്രോബ്ലം കിട്ടിയാലും ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ കണ്ടാൽ ഉടനെ ഓർമ്മ വരണം. അത് നമ്മൾ അവഗാഡ്രോ ലോ ഉപയോഗിച്ചുകൊണ്ട് യൂസ് ചെയ്തുകൊണ്ട് എഴുതുന്നതാണ്. ഫോർ ഗ്യാസസ് യൂസിങ് അവഗാഡ്രോസ് ലോ we came to the conclusion that for gases at same temperature and pressure, the mole ratio is same as their volume ratio. Volume ratio എത്രയാന്ന് ചോദിച്ചാൽ ഉടനെ മോൾ റേഷ്യോ എടുത്ത് എഴുതിയാൽ മതി. വെരി സിമ്പിൾ. അപ്പൊ ഞാൻ കുറച്ച് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ എഴുതിയിരുന്നു. H2 in gaseous state plus Cl2 in gaseous state giving 2HCl in gaseous state. അപ്പൊ ഗേലു-സാക്സ് ലോ എഴുതി നോക്കാം. ഗേലു-സാക്സ് ലോയിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? സെയിം, ഇവരൊക്കെ സെയിം ടെമ്പറേച്ചർ പ്രഷറിലാണെങ്കിൽ അവരുടെ വോള്യം റേഷ്യോ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. അപ്പൊ ഇവരുടെ വോള്യം റേഷ്യോ ആണ് ഗേലു-സാക്സ് ലോയിൽ എഴുതേണ്ടത്. വോള്യം റേഷ്യോ ഈസ് സെയിം ആസ് മോൾ റേഷ്യോ.
ഇതിന്റെ കോഎഫിഷ്യന്റ് 1:2. ക്ലോറിന്റെ കോഎഫിഷ്യന്റ് 1:2, which is a simple whole number ratio. Gay-Lussac's law is obeyed. Volume ratio will be a simple whole number value. Volume ratio എഴുതാൻ വളരെ സിമ്പിൾ ആണ്. അവരുടെ മോൾ റേഷ്യോ എടുത്ത് എഴുതിയാൽ മതി. ഇത്രയേ ഉള്ളൂ Gay-Lussac's law. Gay-Lussac's law എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ അവോഗാഡ്രോസ് ലോ ഉപയോഗിച്ചു. That's it. Gay-Lussac's law എക്സ്പ്ലെയിൻ ചെയ്യാൻ അവോഗാഡ്രോസ് ലോ ഉപയോഗിച്ചു. Suppose if I write a reaction 2H2 in gaseous state plus O2 in gaseous state giving 2H2O in liquid state. ഒരു റിയാക്ഷൻ തന്നാൽ Gay-Lussac's law എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ആരെ മാത്രം കൺസിഡർ ചെയ്താൽ മതി? ഇവരെ രണ്ടുപേരും മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇത് ലിക്വിഡ് ആയതുകൊണ്ട് യു കനോട്ട് കമ്പയർ. ലിക്വിഡിന്റെ ഡെഫിനറ്റ് വോള്യം ഉണ്ട്, അത് ടെമ്പറേച്ചർ പ്രഷർ അനുസരിച്ച് മാറുമൊന്നുമില്ല, ഡെഫിനറ്റ് വോള്യം ഉണ്ട്. അപ്പൊ ഇത് ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് ഇവിടെ Gay-Lussac's law ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ you need not include liquid water here. You have to just write the ratio, volume ratio of hydrogen and oxygen. എന്താ the volume ratio at same temperature pressure? Very good. 2:1 എഴുതി കാണിച്ചിട്ടുണ്ട്. Tamim has written, Adarsh, Vaishak, very good. അപ്പൊ ഇവിടെ 2H2 O2 അപ്പൊ 2:1 ratio എഴുതിയാൽ മതി. ഇത് എഴുതേണ്ട ആവശ്യമില്ല, ലിക്വിഡ് വേണ്ട. Carbon in solid state plus O2 in gaseous state giving CO2 in gaseous state. You need not consider carbon solid. You have to just write the ratio of O2 to CO2. Their coefficients being 1. അവരുടെ മോൾസ് 1:1 റേഷ്യോ ആയതുകൊണ്ട് അവരുടെ വോള്യം റേഷ്യോ എന്ത് തന്നെയാണ്? അവരുടെ വോള്യം റേഷ്യോ എന്ത് തന്നെയാണ്? വെരി ഗുഡ്, 1:1 ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ Gay-Lussac's law. ഓക്കെ, ഇത്രയേ ഉള്ളൂ Gay-Lussac's law. അപ്പൊ നമ്മള് we have gone through all the laws of chemical combination. ഇന്നലെ ഞാൻ തന്ന ക്വസ്റ്റ്യൻസില് കുറച്ച് ക്വസ്റ്റ്യൻസ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. ഞാൻ ഇന്നും കൂടി സമയം തരുന്നു നിങ്ങൾക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ. നാളത്തെ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം. ബൈ ദ വേ, ഞാൻ ഇന്നലത്തെ റിസൾട്ട് ഒക്കെ നോക്കി, കുറച്ച് കുട്ടികൾ ഫുള്ള് ചെയ്തിട്ടുണ്ട്. ആ കുട്ടികളുടെ പേര് ഞാൻ ക്ലാസ്സിന്റെ അവസാനം നമുക്കൊന്ന് ക്വിക്കായിട്ട് ഗോ ത്രൂ ചെയ്യാം. ഫുള്ള് കറക്റ്റ് ചെയ്ത കുട്ടികളുണ്ട്, വെരി ഗുഡ്. മറ്റുള്ളവർക്ക് കുറച്ച് പേര് ഒരെണ്ണമൊക്കെ തെറ്റിച്ചവരുണ്ട്, കുറെ പേര് നല്ലോണം ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് പേര് മാത്രമേ 3 എണ്ണം കറക്റ്റ് 4 എണ്ണം കറക്റ്റ് ഒറ്റയ്ക്ക് നിൽക്കുക. അവരൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ, പഠിച്ചൊക്കെ നല്ലോണം ഒക്കെ ഒന്ന് പഠിച്ചിട്ട് കോൺസെപ്റ്റുകളൊക്കെ പഠിച്ചിട്ട് ചെയ്യാതിരുന്നാൽ ഡെഫിനറ്റ്ലി യു വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. അപ്പൊ ഇന്നലത്തെ ഹോംവർക്കിന്റെ നിങ്ങൾ ചെയ്യുക. കുറച്ച് സമയം കൂടി തരുന്നു, കാരണം എല്ലാ കുട്ടികളും സബ്മിറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇന്നും കൂടി നിങ്ങൾ സബ്മിറ്റ് ചെയ്യാത്തവര് ഈ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ ഉടനെ സബ്മിറ്റ് ചെയ്യുക. ആൻഡ് ഇൻ നെക്സ്റ്റ് ക്ലാസ് you will ask all the doubts from those 10 questions. അപ്പൊ ഞാൻ ഒരു ദിവസം കൂടി നിങ്ങൾക്ക് തരുന്നു. അടുത്ത എന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ പറ്റാവുന്നതൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് we are moving on to, അപ്പൊ നമ്മൾ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഒക്കെ കണ്ടു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ അടുത്ത കോൺസെപ്റ്റിലേക്ക് കടക്കുകയാണ്. We are moving on to next concept in this chapter, percentage by mass of an element in a compound. അടുത്ത കോൺസെപ്റ്റിലേക്ക് കടക്കുകയാണ് നമ്മള്. പെർസെന്റേജ് ബൈ മാസ് ഓഫ് ആൻ എലിമെന്റ് ഇൻ എ കോമ്പൗണ്ട്. ലോസ് ഒക്കെ പഠിച്ചു നമ്മള്. അവോഗാഡ്രോസ് ലോ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഈക്വൽ വോള്യത്തിൽ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാകുമെന്ന്. ആ അവോഗാഡ്രോസ് ലോയുടെ ഒരു അപ്ലിക്കേഷൻ ആണ്, അതിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ് if that same temperature pressure is standard temperature pressure. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ കുറിച്ചൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മള് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ വരുന്നുണ്ട് 11th തന്നെ. 4th or 5th ചാപ്റ്റർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഭാഗത്തേക്ക്, അതായത് ഗ്യാസ് ലോസ് ആണ് കൂടുതൽ പഠിക്കുന്നത്, ഗ്യാസുകളെ കുറിച്ച്. അതിൽ അവോഗാഡ്രോസ് ലോ ഒക്കെ വീണ്ടും പഠിക്കും. ഇവിടെ ഞാൻ അതിന്റെ അപ്ലിക്കേഷൻ മാത്രം പറയുന്നു. ഈ
സെയിം ടെമ്പറേച്ചർ പ്രഷർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ ആണെങ്കിൽ നമ്മൾ STP എന്ന് വിളിക്കും. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസിനെയാണ്. ഒരു കെൽവിൻ സ്കെയിൽ ഉണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സ്കെയിലിനെ കുറിച്ചൊക്കെ നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പഠിക്കും. കെൽവിൻ സ്കെയിൽ 273.15 കെൽവിൻ. ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.15നെയാണ് കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ 0 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് 273.15 കെൽവിൻ, അതായത് 273. Standard temperature is 0 degree Celsius and standard pressure latest convention അനുസരിച്ച് 1 bar ആണ്. പക്ഷേ ഇപ്പോഴും നമ്മള് എന്താ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോ ഓൾഡ് കൺവെൻഷൻ അനുസരിച്ച് 1 atmosphere ആണ്. ഇപ്പോഴും പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഓൾഡ് കൺവെൻഷൻ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ. അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ 5th ചാപ്റ്ററിൽ പഠിക്കും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. 1 atmosphere എന്ന് പറയുന്നത് ഓൾഡ് കൺവെൻഷൻ ആണ്. ലേറ്റസ്റ്റ് അനുസരിച്ച് 1 bar പ്രഷർ ആണ്. യൂണിറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. 1 atmospheric pressure is slightly higher than 1 bar pressure in magnitude. അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറയുന്നില്ല. പക്ഷെ STP കണ്ടീഷൻ എന്ന് പറഞ്ഞത്, അപ്പൊ ആ സെയിം ടെമ്പറേച്ചർ പ്രഷർ ഏത് ടെമ്പറേച്ചറും പ്രഷറും ആയിട്ട് എടുത്താൽ STP ആയിട്ട് എടുത്താൽ ഈക്വൽ വോള്യത്തിൽ ഈക്വൽ മോൾസ് ആണെന്ന് അറിയാം. അതെന്താ? 1 മോൾ ഓഫ് എനി ഗ്യാസ്, എല്ലാ ഗ്യാസും ഏത് ടെമ്പറേച്ചർ പ്രഷറിൽ എടുക്കുന്നു? 273.15 കെൽവിനും 1 atmospheric പ്രഷറിൽ എടുക്കുകയാണെങ്കിൽ എല്ലാ ഗ്യാസുകളുടെയും 1 മോൾ. 1 മോളിൽ ഈക്വൽ മോളിക്യൂൾസ് അല്ലേ? എത്ര മോളിക്യൂൾസ്? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ. എങ്കിൽ അവരൊക്കെ ഓക്യുപ്പൈ ചെയ്യുന്ന വോള്യം ഈക്വൽ വോള്യം ആയിരിക്കും. ആ വോള്യത്തിന്റെ വാല്യൂ ആണ് ഞാൻ തരുന്നത്. 1 mole of any gas occupies 22.4 liter or 22,400 milliliter. ഇതൊരു ഫാക്റ്റ് ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു നമ്പർ ആണ്. എന്താ നമ്മൾ പറഞ്ഞു? സെയിം ടെമ്പറേച്ചർ പ്രഷറിൽ ഈക്വൽ വോള്യത്തിൽ ഈക്വൽ നമ്പർ ഓഫ് മോൾസ്. ആ സെയിം ടെമ്പറേച്ചർ പ്രഷർ ഏതായിട്ട് എടുക്കുന്നു ഞാൻ? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ STP ആണെങ്കിൽ എന്താ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷൻ? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ഈസ് 0 ഡിഗ്രി സെൽഷ്യസ് അഥവാ 273.15 കെൽവിൻ. സ്റ്റാൻഡേർഡ് പ്രഷർ ലേറ്റസ്റ്റ് കൺവെൻഷൻ അനുസരിച്ച് 1 bar ആണെങ്കിലും ഇപ്പോഴും പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഓൾഡ് കൺവെൻഷൻ ഉപയോഗിക്കുന്നു. അപ്പൊ 1 atmosphere. എങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് 1 atmosphere ടെമ്പറേച്ചർ പ്രഷർ ആണെങ്കിൽ ഞാൻ 1 മോൾ ഓഫ് എനി ഗ്യാസ്, 1 മോൾ ഹൈഡ്രജൻ ഗ്യാസ് ആയിക്കോട്ടെ, 1 മോൾ ഓക്സിജൻ ഗ്യാസ് ആയിക്കോട്ടെ, 1 മോൾ അമോണിയ ആയിക്കോട്ടെ, ഏതിന്റെയും 1 മോൾ പ്രൊവൈഡഡ് 0 ഡിഗ്രി സെൽഷ്യസ് 1 atmosphere ആണെങ്കിൽ അവരൊക്കെ ഒരേ വോള്യല്ലേ ഓക്യുപ്പൈ ചെയ്യേണ്ടത്? അവഗാഡ്രോസ് ലോ. ആ വോള്യം എത്രയാണെന്നാ പഠിച്ചു വെക്കേണ്ടത്? 22.4 ലിറ്റർ. 22.4 ലിറ്റർ അഥവാ മില്ലി ലിറ്ററിൽ 22,400 milliliter. 22,400 milliliter. അപ്പൊ നമ്മൾ അവഗാഡ്രോസ് ലോ പറയുമ്പോൾ അതിന്റെ ഒരു അപ്ലിക്കേഷൻ ആണിത്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ മോളാർ മാസ് എന്ന് പഠിച്ചു എന്നല്ലേ അല്ലേ? മോളാർ മാസ് എന്ന് പഠിച്ചു. എന്താ മോളാർ മാസ് നമ്മൾ എങ്ങനെയാ ഡിഫൈൻ ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? ഹൗ ഡിഡ് വി ഡിഫൈൻ മോളാർ മാസ്? മാസ് ഓഫ് 1 mole ഓഫ് എനി സബ്സ്റ്റൻസ് ഇൻ gram per mole. മോളാർ മാസിനെ ഡിഫൈൻ ചെയ്ത് ഓർമ്മയുണ്ടോ? മാസ് ഓഫ് 1 mole ഓഫ് എനി സബ്സ്റ്റൻസ് ഇൻ gram per mole. അപ്പൊ ഇപ്പൊ വോള്യത്തിന് ഞാൻ പറയുന്നു മോളാർ വോള്യം. ഇതിന്റെ തന്നെ ഒരു ആപ്ലിക്കേഷനിൽ ഞാൻ പറയുന്നു മോളാർ വോള്യത്തിനെ ഇപ്പൊ എനിക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വോള്യം ഓക്യുപ്പൈഡ് ബൈ 1 mole ഓഫ് സബ്സ്റ്റൻസ്, അതാണ് മോളാർ വോള്യം. വോള്യം ഓക്യുപ്പൈഡ് ബൈ 1 mole ഓഫ് സബ്സ്റ്റൻസ് ആണ് മോളാർ വോള്യം. അപ്പൊ മോളാർ വോള്യം ഓഫ് എ ഗ്യാസ് എന്തായിരിക്കും? മോളാർ വോള്യം ഓഫ് എ ഗ്യാസ് എന്തായിരിക്കും? മോളാർ വോള്യം ഓഫ് എ ഗ്യാസ് is defined as volume occupied by 1 mole of the gas at constant temperature and pressure. കാരണം ഗ്യാസിനെ സംബന്ധിച്ചോളം അതിന്റെ വോള്യം T and P മാറുമ്പോ മാറും. അപ്പൊ മോളാർ വോള്യം T and P മാറിയാൽ വേറെ നമ്പറാ കിട്ടുക. സോളിഡ്സിനും ലിക്വിഡ്സിനും അങ്ങനെയല്ല, കോൺസ്റ്റന്റ് വാല്യൂ കിട്ടും. ഏത് ടിയും പിയിലും സെയിം വോള്യാണ്.
പക്ഷെ ഗ്യാസുകൾക്ക് T. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? At constant temperature. At constant temperature, volume occupied by 1 mole of a gas is called its molar volume. Molar volume of a gas is defined as volume occupied by 1 mole of a gas at constant temperature and pressure. E and P മാറിയ വേറൊരു വാല്യൂ കിട്ടും. സെയിം ടെമ്പറേച്ചർ പ്രഷർ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ, ഇത് മാറില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളാർ വോള്യം ഓഫ് ദ ഗ്യാസ് എന്ന് പറയുന്നത്. അത് ഐദർ ലിറ്റർ പെർ മോളിൽ എഴുതാം or milliliter per mole എഴുതാം. Liter can also be written as decimeter cube. 1 liter is 1 decimeter cube. അതുപോലെ milliliter may also be written as cubic centimeter, centimeter cube. 1 milliliter 1 centimeter cube. ലിറ്റർ അതിന് പകരം ഡെസിമീറ്റർ ക്യൂബ് ആയിട്ടും എഴുതാം. അപ്പൊ ഈ ഡാറ്റ നിങ്ങൾ മറക്കരുത്. ഇനി എന്റെ ചോദ്യം വളരെ ശ്രദ്ധിക്കണം. മോളാർ വോള്യം എന്താന്ന് ഡിഫൈൻ ചെയ്ത് മനസ്സിലായോ എല്ലാവർക്കും? എന്താ മോളാർ വോള്യം? വോള്യം ഓക്യുപ്പൈഡ് ബൈ 1 mole of a gas at constant temperature and pressure. അതാണ് മോളാർ വോള്യം. നമ്മൾ Vm എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. V സബ്സ്ക്രിപ്റ്റ് സ്മോൾ m, മോളാർ വോള്യം 1 mole occupy ചെയ്യും at constant. ഇനി എന്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. What is the molar volume of any gas at STP? What is the molar volume of any gas at STP? What is Vm of hydrogen gas at STP? What is the molar volume of no response? ആലോചിച്ചോ? Very good. ഇഷാന എഴുതി കാണിച്ചിട്ടുണ്ട് 22. കാരണം തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞേ ഉള്ളൂ, അവഗാഡ്രോസ് ലോഡർ ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞേ ഉള്ളൂ. എന്താ? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷറിൽ STPയില് 1 mole of any gas occupy 22.4 liter. വെരി ഗുഡ്. കുറെ പേര് എഴുതി കാണിക്കുന്നുണ്ട്. ദാറ്റ്സ് വെരി ഗുഡ്. അപ്പൊ ഇത് നിങ്ങൾ ഓർ യു ക്യാൻ ഓൾസോ റൈറ്റ് ഇറ്റ് ആസ് 22,400 milliliter. അഥവാ ലിറ്ററിന് പകരം ഡെസിമീറ്റർ ക്യൂബ് എഴുതാം, മില്ലി ലിറ്ററിന് പകരം ക്യൂബിക് സെന്റിമീറ്റർ ആയിട്ട് എഴുതാം. സോ ഈ നമ്പർ ന്യൂമറിക്കൽ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരണം. ടെമ്പറേച്ചർ പ്രഷർ മാറിയാൽ മോളാർ വോള്യത്തിന്റെ വാല്യൂ മാറും. പക്ഷെ STP ആണ് ടെമ്പറേച്ചർ പ്രഷർ എങ്കിൽ 1 മോളിന്റെ വോള്യം ഇത്. സോ മോളാർ, അപ്പൊ ഹൈഡ്രജൻ ഗ്യാസിന്റെ ഓക്സിജൻ ഗ്യാസിന്റെയോ മോളാർ വോള്യം ഓഫ് ഓക്സിജൻ ഗ്യാസ് അറ്റ് STP എന്തായിരിക്കും? മോളാർ വോള്യം ഓഫ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് അറ്റ് STP എന്തായിരിക്കും? മോളാർ വോള്യം ഓഫ് അമോണിയ ഗ്യാസ് അറ്റ് STP എല്ലാം എന്തായിരിക്കും? സെയിം. വെരി ഗുഡ്. സെയിം ആയിരിക്കും. അത് ആ നമ്പർ നിങ്ങൾ പഠിച്ചു വെക്കണം. 22.4 ലിറ്റർ അഥവാ 22,400 ml. അപ്പൊ നമ്മള് ഒരു ഗേഷ്യസ് സബ്സ്റ്റൻസിന് ഒരു റിലേഷനും കൂടെ കിട്ടി. നമുക്ക് ഗ്യാസസിന് ഒരു റിലേഷനും കൂടെ കിട്ടി. എന്താ ഗ്യാസസിന് കിട്ടിയ ഒരു റിലേഷനും കൂടി? നമുക്ക് ടു ബിഗിൻ വിത്ത് നമുക്ക് എഴുതാം. എന്താ? 1 mole ഓഫ് എ ഗ്യാസ് 1 gram molecule of the gas ആയിരിക്കും. 1 mole of the gas എന്ന് പറയുന്നത് 1 gram molecule of the gas ആയിരിക്കും. It will have Avogadro number of molecules of gas ഉണ്ടാകും. It will be gram molecular mass. Molecular mass expressed in gram. Gram molecular mass. GMM എന്ന് എഴുതാം, അല്ലെങ്കിൽ GMM gram molecular mass. അഥവാ its mass is same as molar mass in gram per mole, and it will occupy molar volume. And at STP, molar volume at STP, its value is 22.4 liter or 22,400. That is the relation. 1 mole of any gas if you take, it is also called 1 gram molecule. How many molecules of gas will be there? അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇന്ന് പുതിയതായിട്ട് പഠിച്ച ഈ ഭാഗം മാത്രം. അപ്പൊ ഞാൻ എല്ലാം കൂടി ഒന്ന് റിലേറ്റ് ചെയ്ത് എഴുതാം. It will have Avogadro number of molecule. അതിന്റെ മാസ് എന്തായിരിക്കും? അതിന്റെ മോളിക്യുലർ മാസ് എടുത്ത് ഗ്രാമിൽ എഴുതാം. ഗ്രാം മോളിക്യുലർ മാസ് ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ 44 gram.
ഓക്സിജൻ ആണെങ്കിൽ 32 gram, അമോണിയ ആണെങ്കിൽ 17 gram. അഥവാ അത് തന്നെയാണ് മോളാർ മാസ്, അത് യൂണിറ്റ് പെർ മോൾ എന്നും കൂടി പറയും. 17 gram per mole അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ് 44 gram per mole എന്നെഴുതും. ഇനി അതിന്റെ വോള്യം എന്തായിരിക്കും? 44 gram per mole കാർബൺ അല്ലെങ്കിൽ 44 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്യുപ്പൈ ചെയ്യുന്ന വോള്യം STP എത്രയായിരിക്കും? 22.4 ലിറ്റർ. അതേ വോള്യം ആയിരിക്കും 32 gram ഓക്സിജൻ ഗ്യാസ് ഓക്യുപ്പൈ ചെയ്യുന്നത് STP. മനസ്സിലായോ? അതേ വോള്യം 22.4 ലിറ്റർ അറ്റ് STP ഓക്യുപ്പൈ ചെയ്യാൻ 17 gram അമോണിയ ആയിരിക്കും, അതിന്റെ 1 മോള്. ഓരോ ഗ്യാസിന്റെ മോളാർ മാസിന് വ്യത്യാസമുണ്ട്, പക്ഷെ ഒരേ ടെമ്പറേച്ചർ പ്രഷറിലാണെങ്കിൽ അവരുടെ മോളാർ വോള്യത്തിന് വ്യത്യാസം ഇല്ല. ഡിഫറെന്റ് ഗ്യാസുകളുടെ മോളാർ മാസിന് വ്യത്യാസമുണ്ട്, പക്ഷെ ഒരേ ടെമ്പറേച്ചർ പ്രഷറിലാണെങ്കിൽ അവരുടെ മോളാർ വോള്യത്തിന് വ്യത്യാസം ഇല്ല. ആ ഒരേ ടെമ്പറേച്ചർ പ്രഷർ STP ആണെങ്കിൽ ആ വാല്യൂ എത്രയാണ് ബൈ ഹാർട്ട് പഠിച്ചു വെക്കാം, 22.4 ലിറ്റർ. Agreed? എങ്കിൽ at STP now we can establish a relationship. എന്താണ്? 1 mole 22.4 ലിറ്റർ എങ്കിൽ V വോള്യത്തിൽ എത്ര മോൾസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ, given volume in liter at STP, given volume in liter at STP by 22.4 ചെയ്താൽ മതി. പുതിയൊരു റിലേഷനും കൂടെ കിട്ടി. ഫോർ ഗ്യാസസിന് മാത്രമേ ഇത് അപ്ലിക്കബിൾ ഉള്ളൂ. നമ്പർ ഓഫ് മോൾസും വോള്യവും തമ്മിലുള്ള റിലേഷൻ കിട്ടി. എന്താ നമ്പർ ഓഫ് മോൾസും വോള്യവും തമ്മിലുള്ള റിലേഷൻ? ഇപ്പോ വോള്യം, given volume at STP by 22.4 ലിറ്റർ. സപ്പോസ് ഞാൻ ചോദിക്കുകയാണ് 44.8 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അറ്റ് STP എത്ര മോൾസ് ഉണ്ട്? എന്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 44.8 liter of carbon dioxide gas at STP has dash number of moles. എത്ര മോൾസ് ഉണ്ട്? 22.4 ലിറ്റർ at STP ഒരു മോൾ ഉണ്ട്. അപ്പൊ 44.8 എത്രയുണ്ട്? 2 മോൾ ഉണ്ട്. ഇതേ 44.8 ലിറ്റർ O2 at STP എത്ര മോള് തന്നെ ഉണ്ട്? 2 മോൾ ഉണ്ട്. പക്ഷെ മാസ് സെയിം ആണോ? അല്ല. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ 2 into 44 gram 88 gram, ഓക്സിജൻ ആണെങ്കിൽ 2 into 32 gram 64. മാസിലെ വ്യത്യാസം ഉണ്ട്, പക്ഷെ ഒരേ ടെമ്പറേച്ചർ പ്രഷറിലാണെങ്കിൽ ഒരേ മോൾസ് എടുത്താൽ അവർ ഓക്യുപ്പൈ ചെയ്യുക ഒരേ വോള്യം. അപ്പൊ ഞാൻ അവഗാഡ്രോ ലോ പറഞ്ഞപ്പോൾ അതിന്റെ അപ്ലിക്കേഷൻ ലെവലിൽ കുറച്ച് ഫാക്റ്റുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതും കൂടി ഓർത്ത് വെക്കുക. ന്യൂമറിക്കലൊക്കെ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു. ഇതൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മള് 5th ചാപ്റ്റർ ഗേഷ്യസ് സ്റ്റേറ്റ് ഒക്കെ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ അത് ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നു. ഞാൻ പറഞ്ഞു നമ്മളൊരു പുതിയ കോൺസെപ്റ്റ്, നെക്സ്റ്റ് കോൺസെപ്റ്റ് ഇവിടെ പഠിക്കാൻ പോകുന്നത് പെർസെന്റേജ് ബൈ മാസ് ഓഫ് എൻ എലിമെന്റ് ഇൻ എ കോമ്പൗണ്ട്. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഫോർ പെർസെന്റേജ് ബൈ മാസ് ഓഫ് എൻ എലിമെന്റ് ഇൻ എ കോമ്പൗണ്ട്? എന്താണ് അതിന്റെ ഡെഫിനിഷൻ? മാസ് ഇൻ ഗ്രാം ഓഫ് mass in gram of an element in 100 gram of compound. ഒരു കോമ്പൗണ്ടിന്റെ 100 ഗ്രാമിൽ എത്ര ഗ്രാം ആ എലിമെന്റ് ഉണ്ട്? അതിനെയാണ് ആ എലിമെന്റിന്റെ പെർസെന്റേജ് കോമ്പസിഷൻ എന്ന് പറയുന്നത്. Percentage composition of an element in compound. അഥവാ percentage by mass of an element in compound. The mass in gram of an element in 100 gram of compound. For example, H2O എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. അതില് what is the percentage composition of hydrogen? Or you can also call it percentage by mass of hydrogen in water is എന്ന് ചോദിക്കുകയാണ് നിങ്ങളോട്. അതിന്റെ അർത്ഥം എന്താണ്? 100 ഗ്രാം വാട്ടർ എടുത്താൽ എത്ര ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്? ഇതിന്റെ അർത്ഥം എന്താണ്? ഞാൻ 100 ഗ്രാം വാട്ടർ എടുത്താൽ അതിൽ എത്ര ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്? അതാണ് പെർസെന്റേജ്. പെർസെന്റേജ് ബൈ മാസ് ഓഫ് ഓക്സിജൻ. 100 ഗ്രാം വാട്ടർ എടുത്താൽ എത്ര ഗ്രാം ഓക്സിജൻ ഉണ്ട്? അതാണ് പെർസെന്റേജ് ബൈ മാസ് ഓഫ് ഓക്സിജൻ. അപ്പൊ നമുക്കറിയാം
if you take 18 gram water, if you take 18 gram water, 18 അല്ലേ വാട്ടറിന്റെ മോളാർ മാസ്, 18 gram water, രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും, 2 into 1 plus 16, 18 gram water, what mass of hydrogen is there? 18 gram water il what mass of hydrogen is there? Hydrogen the mass, very good, 2 gram, 2 gram, 2 H അല്ലേ ഉള്ളത്, ഒരു H ന് 1 വെച്ച് 2 H, അപ്പൊ 18 gram H2O ല് 2 gram ഹൈഡ്രജൻ ഉണ്ട് എങ്കിൽ 100 gram വെള്ളത്തിൽ എത്ര ഗ്രാം ഹൈഡ്രജൻ ഉണ്ടോ അതാണ് പെർസെന്റേജ് ബൈ മാസ് ഓഫ് ഹൈഡ്രജൻ. So that will be 2 divided by 18 into 100. 2 divided by 18 into 100. ശരിയല്ലേ? അപ്പൊ ഈ 2 കിട്ടിയത് എങ്ങനെയാ നോക്ക്. ഒരു ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 വെച്ച് 2 ഹൈഡ്രജൻ. ഈ 2 കിട്ടിയത് എങ്ങനെയാണ്? Atomic mass of hydrogen into number of hydrogens in one molecule. അങ്ങനെയാണ് നമുക്ക് ഈ 2 കിട്ടിയത്. 2 കിട്ടിയത് 2 into 1. 2 ഹൈഡ്രജൻ ആറ്റം, ഒരാളുടെ അറ്റോമിക് മാസ് 1 വെച്ച്. അപ്പൊ നമുക്ക് ഈ 2 കിട്ടിയത് 2 into 1 ആണ്. By 18 into 100 ആണ് നമ്മൾ ആക്ച്വലി ചെയ്തത്. എത്രയാണ് ആൻസർ കിട്ടുന്നത് അത് എഴുതുക. 200 by 18 ആൻസർ എത്രയാണ് കിട്ടുന്നത് അത് എഴുതുക. ഓക്കെ, ചെയ്തിട്ടുണ്ടാവും അതിന്റെ ആൻസർ. അത്രയും പെർസെന്റേജ് 11.1 ആണോ കിട്ടുന്നത്? റൈറ്റ്, വെരി ഗുഡ്. അപ്പൊ നമ്മൾ 11.1% എന്ന് എഴുതി. ഇത് തന്നെ ഓക്സിജന്റെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? ഓക്സിജൻ 18 ഗ്രാമിൽ 11.1%, വെരി ഗുഡ്. അപ്പൊ 18 ഗ്രാമിൽ 16 ഗ്രാം ഓക്സിജൻ ഉണ്ട് എങ്കിൽ 100 ഗ്രാമിൽ എത്ര? അപ്പൊ നമ്മൾ എഴുതുക 16 by 18 into 100. ആ 16 കിട്ടിയത് എങ്ങനെയാണ്? ഒരു മോളിക്യൂളിൽ ഒരു ഓക്സിജൻ, അതിന്റെ അറ്റോമിക് മാസ് 16. 1 into 16 divided by 18 into 100. ഇങ്ങനെയല്ലേ കിട്ടിയത്? റൈറ്റ്? അതായത് 16 by 18 into 100. ക്ലിയർ ആയോ? അപ്പൊ ഞാൻ ഇനി ജനറലൈസ്ഡ് ഫോർമുല ഇപ്പൊ ഇത് ഇത്രയും ചെയ്ത് മനസ്സിലായോ? 88.99, വെരി ഗുഡ്. 88.99 എല്ലാവർക്കും ക്ലിയർ ആയോ? നമ്മൾ എന്താ ചെയ്തെന്നുള്ള മനസ്സിലായോ? അപ്പൊ എങ്ങനെയാ ഇവിടെ 2 by 18 into 100 കിട്ടിയത്? 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട് ഇൻറ്റു ഒരാളുടെ മാസ് അറ്റോമിക് മാസ് 1. അങ്ങനെയാണ് ന്യൂമറേറ്റർ. ഇവിടെ ന്യൂമറേറ്റർ 16 കിട്ടിയത്, ഒരു വാട്ടർ മോളിക്യൂളിൽ ഒരു ഓക്സിജനേ ഉള്ളൂ. സോ 1 into 16 by 18 into 100. അങ്ങനെയാണ് നമുക്ക് ഇവിടെ. അത് നമുക്ക് ക്ലിയർ ആയി. ഇനി ഞാൻ ജനറലൈസ്ഡ് ഫോർമുല തരാൻ പോവുകയാണ്. Percentage by mass of an element in compound, അഥവാ percentage composition of an element ചോദിച്ചാൽ ജനറലൈസ്ഡ് ഫോർമുല തരാൻ പോവുകയാണ്. Percentage by mass of an element in a compound is equal to mathematical expression, അഥവാ percentage composition of an element is equal to Z into M subscript E divided by M subscript C into 100. ഫോർമുല ആയിട്ട് തന്നു, ഈ എളുപ്പമാണ്. Where Z is Z equal number of atoms of ഏത് എലിമെന്റിന്റെ ആണോ ചോദിച്ചാൽ ആ എലിമെന്റ്, that element in one molecule of the compound. Where Z is number of atoms of that element in one molecule of the compound. Me is atomic mass of the element. Atomic mass of the element. And Mc is molecular mass of the compound. Molecular mass of the compound. Formula clear ayo? Is it clear? What is the percentage by mass of oxygen in CO2?
ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ ഒരു CO2 2 ഓക്സിജൻ 2 into atomic mass of oxygen 16 divided by molecular mass of the compound 12 plus 32 44. ഇങ്ങനെയാണ് ഈ ഫോർമുല അപ്ലൈ ചെയ്യുക. What is the percentage of carbon in CO2? ഒരു CO2 ഒരു കാർബൺ, സോ Z ന്റെ വാല്യൂ 1, കാർബന്റെ അറ്റോമിക് മാസ് 12, molecular mass of carbon dioxide 44. അപ്ലൈ ചെയ്യാൻ എളുപ്പമായില്ലോ? ഇത് മനസ്സിലായോ? പെർസെന്റേജ് എളുപ്പമല്ലേ ഇത് ചെയ്യാനായിട്ട്? അപ്പൊ നമുക്ക് പ്രോബ്ലംസ് കിട്ടുമ്പോ ചിലപ്പോ ഓരോ എലിമെന്റിന്റെ പെർസെന്റേജ് മാസ് ചോദിച്ചിട്ട് വരാം, അല്ലെങ്കിൽ പെർസെന്റേജ് മാസ് തരും, ഈ ആൻസർ തരും. എന്നിട്ട് ചിലപ്പോ നിങ്ങളോട് ഒരു മോളിക്യൂളിൽ എത്ര Z ഉണ്ട്, എത്ര എലിമെന്റ് ഉണ്ട്, ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. പക്ഷെ ബേസിക് ഫോർമുല ഓർമ്മയുണ്ടെങ്കിൽ ഒരു അൺനോണും ബാക്കി നോണും ആണെങ്കിൽ എളുപ്പത്തിൽ അൺനോൺ കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോ പെർസെന്റേജ് മാസ് തരും, ഒരു മോളിക്യൂളിൽ എത്ര എണ്ണം ഉണ്ട് തരും, എലിമെന്റിന്റെ അറ്റോമിക് മാസ് തരും, മോളിക്കുലർ മാസ് ഓഫ് കോമ്പൗണ്ട് ചോദിക്കാം. അപ്പൊ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ഇതിൽ നിന്ന് ചോദിക്കാം. അപ്പൊ ഫോർമുല അപ്പൊ ഞാൻ ഇന്നലെ തന്നെ നിങ്ങളോട് പറഞ്ഞൊരു ഫോർമുല ബുക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ, ചെറിയൊരു 50 പേജോ 100 പേജോ നോട്ട്ബുക്ക് എടുത്തിട്ട്, അല്ലെങ്കിൽ ചെറിയൊരു നോട്ട്ബുക്ക് ഡയറിയോ എന്തെങ്കിലും എടുത്ത് ഫോർമുല ബുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തൊട്ട് നിങ്ങൾ പഠിച്ച ഫോർമുല ഒന്നൊന്നായിട്ട് എഴുതിയിടുക. അതിന്റെ സൈഡില് ഓരോ ലെറ്ററിന്റെയും ഡിസ്ക്രിപ്ഷൻ എഴുതണം. സ്മോൾ n എന്താ, ക്യാപിറ്റൽ N എന്താ, ക്യാപിറ്റൽ M എന്താ, ഇതിൽ Z എന്താ, ME എന്താ, MC, അങ്ങനെ എല്ലാ ഫോർമുലയും 1 2 3 എന്ന് നമ്പർ ചെയ്ത് ഫോർമുല ബുക്ക് എഴുതുക. എന്നും അതൊരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കുക. സോ ദാറ്റ് ഫോർമുല ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും. അപ്പൊ ഇത് ഫോർമുല ആയിട്ട് പഠിച്ചു വെച്ചാൽ എളുപ്പം. അപ്പൊ ഇത്രയും കാര്യങ്ങള് അടുത്ത ക്ലാസ്സിൽ നമ്മള് എംപെറിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല. അപ്പൊ ഇത് പഠിക്കണതിന്റെ ഉദ്ദേശം എംപെറിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ പെർസെന്റേജ്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ അറിയണം, ഇത് അറിയണം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എംപെറിക്കൽ ഫോർമുല കാണാം. എംപെറിക്കൽ ഫോർമുലയിൽ നിന്ന് മോളിക്കുലർ ഫോർമുല, സ്ട്രക്ചറൽ എലൂസിഡേഷൻ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അടുത്ത ക്ലാസ്സിലേക്ക് ഇരിക്കുന്നതിന്റെ എംപെറിക്കൽ ഫോർമുല. ക്ലിയർ ആയോ? അപ്പൊ ഞാന് കുറച്ച് കുട്ടികളുടെ റിസൾട്ട് ഒക്കെ കണ്ടിരുന്നു. ഞാൻ പറഞ്ഞു 10 on 10 കിട്ടിയവർക്കൊക്കെ പ്രത്യേകം കൺഗ്രാറ്റ്സ്. ഇന്നലെ എനിക്ക് കണ്ട റിസൾട്ട് ആണ് ഞാൻ പറയണത്. ഇന്നലെ കണ്ട ഒരു റിസൾട്ട്. റിസൾട്ട് ഇന്നലെ കണ്ടിരുന്നു. ഇപ്പോ ഇപ്പൊ എന്റെ കയ്യില് ഞാൻ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ഞാൻ കൃത്യം കുട്ടികളുടെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. ഐ വാസ് വെരി ഹാപ്പി. കുറച്ച് പേർക്കൊക്കെ ഫുൾ മാർക്കൊക്കെ കണ്ടു ഞാൻ അവിടെ. നോക്കട്ടെ, അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ഞാൻ കൃത്യം കുട്ടികളുടെ പേരുകൾ നോക്കാം. ഞാൻ ഇതിൽ കിട്ടുന്നതാണ് വിചാരിച്ചത്. എന്തായാലും അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും നോക്കി വരാം. ഫുള്ള് കിട്ടിയവരുണ്ട്. അപ്പൊ ഇന്നലെ തന്നതൊക്കെ നല്ലോണം ചെയ്ത എല്ലാവർക്കും ഫുള്ള് കിട്ടാവുന്നതേ ഉള്ളൂ. നല്ലോണം പഠിക്കുക, പഠിച്ചിട്ട് ആ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്യുക. അത്ര ടഫ് ഒന്നും ഞാൻ തരുന്നില്ല. You will be able to do it. So see you in the next class, children. Thank you. Ma'am, end ചെയ്തോളൂ.